എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സരക്ക് ബിസിനസ് ആപ്പിൽ നിങ്ങളുടെ ബിസിനസ്സിനുള്ള സ്റ്റോക്കുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് വിശദമായി നോക്കാം. അതിനാൽ വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ സരക്ക് ബിസിനസ് ആപ്പ് തുറന്നാൽ ആദ്യം ഈ സ്ക്രീൻ തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഈ സ്ക്രീനിനെ നാം ഓർഡർ സ്ക്രീൻ എന്നാണ് വിളിക്കുന്നത്. കാരണം നാം ഐറ്റങ്ങൾ കാർട്ടിൽ ആഡ് ചെയ്തതിന് ശേഷം ഈ സ്ക്രീൻ തന്നെയാണ് ഡിസ്പ്ലേ ആകുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ബിൽ തയ്യാറാക്കാനും കഴിയും. അപ്പോൾ ആദ്യം ഈ സ്ക്രീനിൽ സെൻറ്റർ ഭാഗം കാണുന്നില്ലേ? ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഐറ്റങ്ങളെ ആഡ് ചെയ്യാനുള്ള സ്ക്രീൻ തുറക്കും. അതായത് നിങ്ങൾ സ്റ്റോക്കുകൾ ഇതിനിടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ക്രീനിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. ആ സ്ക്രീൻ വന്നതിന് ശേഷം നാം നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ അവിടെ നിന്ന് ആഡ് ചെയ്യാം. ക്യാറ്റിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് ബില്ല് നൽകാൻ കഴിയും. അതിനാൽ ആദ്യം നമുക്ക് ബിസിനസ്സിനുള്ള സ്റ്റോക്കുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് സാധന ബിസിനസ് എന്ന് എടുത്തു പറയാമെങ്കിൽ ഈ ആപ്പ് ഒരു ഇൻഡസ്ട്രിയെ മാത്രം ടാർഗറ്റ് ചെയ്ത് വികസിപ്പിച്ചിട്ടില്ല. ഇത് മൾട്ടിപ്പിൾ ഇൻഡസ്ട്രികൾക്കാണ്. അതായത് നിങ്ങൾക്കൊരു റെസ്റ്റോറൻ്റ് ഉണ്ടോ, ഡ്രസ് ഷോപ്പോ, ഫാൻസി സ്റ്റോറോ, ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറോ, സ്റ്റേഷനറി കടയോ, ടോയ്സ് കടയോ, നിങ്ങൾ എന്ത് തരത്തിലുള്ള ബിസിനസ് ചെയ്താലും ഈ ആപ്പ് ഉപയോഗിക്കാം. നിങ്ങളുടെ ബിസിനസ്സിന് ഈ സാധന ബിസിനസ് എളുപ്പത്തിൽ അഡാപ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനനുസരിച്ച് സ്റ്റോക്കുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിരവധി ഫീൽഡുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായ ഫീൽഡുകളിൽ മാത്രം വാല്യൂ സെറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ നോക്കൂ, നമുക്ക് ഐറ്റംസ്, അതായത് സ്റ്റോക്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഈ പ്ലസ് ബട്ടൺ ഉണ്ട്. ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യമായി നിങ്ങൾ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്താൽ ആക്ഷൻ നിങ്ങൾക്ക് ഡിസ്പ്ലേ ആകും. അഡ്വാൻസ്ഡ് മോഡാണോ ഫാസ്റ്റ് മോഡാണോ എന്ന് ചോദിക്കും. അതായത് നമുക്ക് സ്റ്റോക്കുകൾ ചേർക്കാൻ രണ്ട് തരത്തിൽ ഈ സാധന ബിസിനസ് ആപ്പിൽ ചേർക്കാം. ഫാസ്റ്റ് മോഡ് എടുക്കുമ്പോൾ വെറും പേര്, കാറ്റഗറി, ആ ഐറ്റത്തിൻ്റെ വില ഇവ മാത്രം കൊടുത്താൽ മതി. ഈ ഓപ്ഷൻ ആർക്ക് ഏറ്റവും അനുയോജ്യമായിരിക്കുമെന്ന് നോക്കിയാൽ ചെറിയൊരു ഫാസ്റ്റ് ഫുഡ് കടയ്ക്ക്, ഒരു സ്ട്രീറ്റ് ഫുഡ് ഷോപ്പോ അല്ലെങ്കിൽ അഡ്വഞ്ചർ ഇവൻ്റ് പോലുള്ളവ നടത്തുന്നവർക്ക് അത്തരം ബിസിനസ്സുകൾക്ക് ഫാസ്റ്റ് മോഡ് കൂടുതലായും ഉപയോഗപ്രദമായിരിക്കും. അഡ്വാൻസ്ഡ് മോഡ് എന്തിനാണെന്ന് നോക്കിയാൽ നിങ്ങൾക്കിപ്പോൾ GST ഇൻവോയ്സ് നൽകേണ്ടി വരും. അതിനാൽ നിങ്ങളുടെ ഉൽപ്പന്നത്തിന് GSTയുടെ മൂല്യവും ശതമാനവും നിങ്ങൾ എൻ്റർ ചെയ്യണം. ഏത് ഡീലറിൽ നിന്ന് നിങ്ങൾ വാങ്ങിയതാണെന്നും ചേർക്കണം. ഒരു ഐറ്റത്തിലെ മൾട്ടിപ്പിൾ വേരിയൻറ്റുകൾ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അഡ്വാൻസ്ഡ് മോഡിൽ മാത്രമേ ആ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയൂ. ഇപ്പോൾ ആദ്യം ഫാസ്റ്റ് മോഡിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഫാസ്റ്റ് മോഡ് എന്നത് നിങ്ങൾ ഈ പോപ്പപ്പിൽ തിരഞ്ഞെടുക്കുമ്പോൾ ഈ സ്ക്രീൻ വരും. ഇതാണ് ഫാസ്റ്റ് മോഡിൽ ഒരു സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്ക്രീൻ. ഈ ഒരു ഡെമോ വീഡിയോയ്ക്ക് വേണ്ടി ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഇൻഡസ്ട്രി നോക്കിയാൽ അതൊരു ഡ്രസ് ഷോപ്പാണ്. അതായത് വളരെ ചെറിയൊരു മെൻസ് വെയർ ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ ഒരു ബേസിക് സ്റ്റാർട്ടപ്പ് ലെവൽ ബിസിനസ്സിനുള്ള പ്രൊഫൈലാണ് ഞാൻ ഇതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് കാണുമ്പോൾ വളരെ ചെറിയ ചെറിയ ഐറ്റങ്ങൾ ഇതിലുണ്ട്. അതായത് വേരിയൻ്റ് ഒന്നുമില്ലാത്ത വെറും സിമ്പിളായ ചില ഐറ്റങ്ങൾ മാത്രമാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുക. ചെറിയ ചെറിയ ഷോപ്പുകൾ, ബൗട്ടിക് ഷോപ്പുകൾ എന്നിവയിൽ ഇവർ വെച്ചിരിക്കും. ഉദാഹരണത്തിന് ഈ പെർഫ്യൂം, ഈ ലിപ്സ്റ്റിക്ക് എന്നിവയ്ക്ക് മൾട്ടിപ്പിൾ വേരിയൻറ്റുകൾ ഉണ്ടാകില്ല. അതായത് സബ് വേരിയൻറ്റുകൾ ഉണ്ടാകില്ല. ജസ്റ്റ് ആ പ്രൊഡക്റ്റും അതിൻ്റെ റേറ്റും ഉണ്ടെങ്കിൽ മതി. അതിൽ ബാർകോഡ് വേണമെങ്കിൽ നമുക്കിതിൽ ആഡ് ചെയ്യാനും കഴിയും. ഇപ്പോൾ ഞാനൊരു സ്റ്റോക്ക് ആഡ് ചെയ്യുന്നു. ഉദാഹരണത്തിന് നിങ്ങൾക്ക് സ്റ്റോക്കുകൾ വളരെ കൂടുതലാണ്, അതെല്ലാം നമുക്ക് ട്രാക്ക് ചെയ്യേണ്ടതില്ല. ജസ്റ്റ് ഞാൻ ഷെയർ ഐറ്റംസ് ബില്ല് ചെയ്യാൻ എളുപ്പമാകണമെന്ന് മാത്രം നോക്കുമ്പോൾ നമുക്ക് ഫാസ്റ്റ് മോഡ് പ്രിഫർ ചെയ്യാം. അതായത് ഇപ്പോൾ ഞാൻ ഷർട്ട് എന്നൊരു സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ കാറ്റഗറിയിൽ പോയിട്ട് ഷർട്ട്സ് എന്ന കാറ്റഗറി ഞാൻ തിരഞ്ഞെടുക്കുന്നു. ശരിയല്ലേ? ഇത് ഫുൾ ആൻഡ് ഷർട്ട്. അങ്ങനെ ഒരു ഐറ്റം ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് നോക്കിയാൽ കാറ്റഗറി ഷർട്ടുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അടുത്തത് പ്രൈസ്. ഉദാഹരണത്തിന് പറയണമെങ്കിൽ ഒരു ചെറിയ ബിസിനസ്, ആ ചെറിയ ബിസിനസ്സിന് വെറും ഷർട്ട് എന്നൊരു സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്താൽ മതി. അവർ ബില്ല് ചെയ്യുമ്പോഴും റേറ്റ് മാറ്റി ഞാൻ തന്നെ ഇടും, അല്ലെങ്കിൽ എൻ്റെ കടയിലുള്ള എല്ലാ ഷെയ്ഡുകൾക്കും ഈ ഒരേ റേറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് നോക്കിയാൽ ഉദാഹരണത്തിന് ഒരു പീസ് ഒരു 100 എന്ന പോലെ ഞാൻ നൽകുന്നു. ശരിയാണോ? അടുത്തത് എന്ത് ഓപ്ഷൻ എന്ന് നോക്കിയാൽ ഈ ബില്ലിംഗ് നെയിം എന്തിനാ വെച്ചിരിക്കുന്നതെന്നാൽ നമ്മൾ ആപ്പിൽ വന്ന് ഈ ഫുൾ ഓൺ ഷർട്ട് ഉപയോഗിക്കുന്നു. പക്ഷേ ബില്ലിൽ വന്ന് എനിക്ക് ഷർട്ട് എന്നത് മാത്രം പ്രിൻ്റ് ആണാൽ മതി, അല്ലെങ്കിൽ ഫുൾ ആൻഡ് എന്നിങ്ങനെ പ്രിൻ്റ് ചെയ്താൽ മതി എന്നാണെങ്കിൽ ഈ ബില്ലിംഗ് നെയിമിൽ നിങ്ങൾ എൻ്റർ ചെയ്യാം. ഉദാഹരണത്തിന് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഭാഷകളിൽ, അതായത് തമിഴ്, തെലുങ്ക് എന്നിങ്ങനെയുള്ള നിങ്ങളുടെ ഭാഷയിൽ ബില്ലിൽ പ്രിൻ്റ് ആവുന്നുവെങ്കിലും നിങ്ങൾ ബില്ലിംഗ് നെയിമിൽ വന്ന് എൻ്റർ ചെയ്യാം. അതിനാൽ ബില്ലിംഗ് നെയിമിൽ എന്ത് ഫീൽഡ് എൻ്റർ ചെയ്യുന്നു എന്നത് അത് ബില്ലിൽ പ്രിൻ്റ് ആവും. ഒരു വേള നിങ്ങൾ ഒന്നും എൻ്റർ ചെയ്തില്ലെങ്കിൽ ആ നെയിം ഫീൽഡിൽ എന്ത് എൻ്റർ ചെയ്തിട്ടുണ്ടോ അതാണ് അവിടെ പ്രിൻ്റ് ആവുക. അതിനാൽ ആദ്യം 3 ഫീൽഡുകളുണ്ടല്ലോ,
ഈ 3 ഫീൽഡുകൾ തന്നെയാണ് ഫാസ്റ്റ് മോഡിൽ മാൻഡേറ്ററി. അതായത് നെയിം, കാറ്റഗറി, പ്രൈസ്. ബാക്കിയെല്ലാം ഓപ്ഷണലാണ്. ഷോർട്ട് കട്ട് എന്നത് നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ ഫാസ്റ്റ് മോഡിൽ ഇമേജ് ഇല്ലാത്തപ്പോൾ ഇത് ഡിസ്പ്ലേ ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഇത് ഞാനിപ്പോൾ ഷോർട്ട് എന്നത് കൊടുക്കുന്നു. ഇത് ക്വാണ്ടിറ്റി ഫോർമാറ്റ് ഒന്ന് നോക്കൂ. അതായത് ഈ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്താൽ അത് പീസ് കണക്കാണ്, അതായത് ഒരു പാക്കറ്റ് കണക്കാണ്. അതിൻ്റെ അടുത്തത് നോക്കിയാൽ ഡെസിമൽ ഫോർമാറ്റിൽ വരും. ഉദാഹരണത്തിന് ഷർട്ട് ഒന്ന് എടുക്കുന്നു, ഇതേ വേറെ വെറൈറ്റി ഉപയോഗിച്ചാൽ 1.1, 1.2 എന്നിങ്ങനെ പോകും. ഇത് 1.25, ഇത് 1.25, 0.5, 100 ഗ്രാംസ്, 100 ml എന്നിങ്ങനെയും പറയുമ്പോൾ ഈ ഓപ്ഷനാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. ഈ ഇൻഡസ്ട്രിക്ക് നോക്കിയാൽ ഒരു തുണിക്കടയ്ക്ക് 100% ഈ പാക്ക് ചെയ്ത ഐറ്റംസ് തന്നെയാണ് വിൽക്കുന്നത്. അതിനാൽ ഈ ഫസ്റ്റ് വേരിയന്റ്, ഫസ്റ്റ് ഓപ്ഷൻ നാം തിരഞ്ഞെടുക്കുന്നു ക്വാണ്ടിറ്റി ഫോർമാറ്റിന്. ഈ കളർ നോക്കിയാൽ നിങ്ങൾ ഇമേജുകൾ വയ്ക്കാത്തപ്പോൾ നമുക്ക് കളർ വെച്ച് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും. നമ്മുടെ സ്റ്റോക്ക് ആണെങ്കിൽ അതിനായി ഈ കളർ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ഇത് ഷർട്ടിൻ്റെ കളർ തന്നെയാണ് ഇവിടെ നൽകേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയണം. ഈ ഐറ്റം പല ഐറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നാം ഈ കളർ നൽകാം. അടുത്തത് നോക്കിയാൽ ബാർകോഡ് നാം ഫാസ്റ്റ് മോഡിൽ ആഡ് ചെയ്യാം. ഒരു സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നു. ഇപ്പോൾ നോക്കിയാൽ ഞാൻ ബാർകോഡ് സ്റ്റിക്കർ ആഡ് ചെയ്യുന്നു. ബാർകോഡ് നിങ്ങൾ മൊബൈലിൽ നിന്ന് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ക്യാമറ ലെൻസ്, അതായത് പിന്നിലുള്ള ക്യാമറ ലെൻസ് നിങ്ങൾ ക്ലീൻ ചെയ്യണം. ഇപ്പം ഞാനൊരു ബാർകോഡ് ആഡ് ചെയ്തു. വീണ്ടും മറ്റൊരു ബാർകോഡ് നാം ആഡ് ചെയ്യേണ്ടി വന്നാലും ഞാനിപ്പോൾ എൻ്റെ സ്ക്രീനിൽ നിന്ന് ആഡ് ചെയ്യുന്നതിനാൽ ഇവിടെ ലൈറ്റിംഗ് പ്രശ്നം മൂലം എളുപ്പത്തിൽ ഡിറ്റക്ഷൻ ആവുന്നില്ല. നിങ്ങൾ ബാർകോഡ് സ്റ്റിക്കറിൽ നിന്ന് നേരിട്ട് ആഡ് ചെയ്താൽ ഇത് എളുപ്പത്തിൽ ആഡ് ആയിരിക്കും. ശരി, ഇപ്പോൾ ബാർകോഡ് ഞാൻ ആഡ് ചെയ്തു. അടുത്തത് താഴെ കാണുന്ന ഓപ്ഷനിൽ നിങ്ങൾ പ്രീമിയം സ്റ്റോർ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഓൺ ചെയ്താൽ നിങ്ങളുടെ ബയർ ആപ്പിൽ നമ്മുടെ സ്റ്റോക്കുകളെല്ലാം ഡിസ്പ്ലേ ചെയ്യും. അതിനായാണ് ഈ ഓപ്ഷൻ ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ അവസാനം നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റോക്കിൻ്റെ ഇമേജുകൾ ആഡ് ചെയ്യാം. അതിനായി ആഡ് ഇമേജ് ആക്ഷൻ തിരഞ്ഞെടുക്കണം. ഇമേജ് ആഡ് ചെയ്യുമ്പോൾ മാത്രം നിങ്ങളുടെ മൊബൈൽ ഡേറ്റ അല്ലെങ്കിൽ വൈഫൈ കണക്റ്റ് ആയിരിക്കണം. ഇപ്പോൾ നോക്കൂ, ഷോർട്ടൻ ചെയ്യുന്നത് ഞാൻ ആഡ് ചെയ്യുന്നു. ഇപ്പം നമ്മുടെ ഇമേജ് അപ്ലോഡ് ആയി. ഇവിടെ ഡിസ്പ്ലേ ആകുമ്പോൾ നമുക്ക് സേവ് ചെയ്യാം. ഇപ്പം നോക്കിയാൽ നാം ബാക്ക് പോയി നോക്കി. അങ്ങനെ ചെയ്താൽ ഈ സ്റ്റാക്ക് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കും. ഇപ്പം നമ്മുടെ ഇമേജ് ആദ്യമായി ലോഡ് ആകാൻ സമയമെടുക്കുന്നത് കൊണ്ട് നാം ഇമേജ് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഓഫ് ആക്കി വെച്ചിട്ടുണ്ട്. ഡിസ്പ്ലേ ഇമേജ് ഓൺ ചെയ്ത ഉടനെ ഇവിടെ ഇമേജ് ഡിസ്പ്ലേ ആവും. അപ്പം നിങ്ങൾക്ക് ഇമേജ് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഓഫ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്യാം. സെറ്റിങ്സിൽ ഓഫ് ചെയ്യുമ്പോൾ നാം കളർ ഇവിടെ നൽകിയിരുന്നു അല്ലേ? ഇവിടെ ഗ്രീൻ കളർ നൽകിയിരുന്നോ? ആ കളർ ഇവിടെ ഡിസ്പ്ലേ ആവും. നിങ്ങൾ ഈ ഐറ്റം വീണ്ടും എഡിറ്റ് ചെയ്യണം. എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ ഇവിടെ മുകളിൽ കാണുന്ന ഷോർട്ട് കട്ട് കാണുന്നുവല്ലോ, ആ ഇടത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ എഡിറ്റ് സെക്ഷനിലേക്ക് പോകാം. റേറ്റ് മാറ്റണമെങ്കിൽ ഇവിടെ വന്ന് മാറ്റങ്ങൾ ചെയ്യാം. ഉടൻ തന്നെ മാറ്റം വരും. ഇത് നിങ്ങൾക്ക് ഫാസ്റ്റ് മോഡിൽ ആഡ് ചെയ്യാനുള്ള ഒരു സ്ക്രീനാണ്. ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കൃത്യമായി എല്ലാ ഓപ്ഷനുകളും മനസ്സിലായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ആദ്യം ഐറ്റത്തിൻ്റെ പേര് നൽകണം. രണ്ടാമതായി ഏത് കാറ്റഗറി ആണെന്ന് തിരഞ്ഞെടുക്കണം. മൂന്നാമതായി വില നൽകണം. ഈ 3 കാര്യങ്ങളും നിർബന്ധമാണ്. അതിനുശേഷം ബില്ലിംഗ് നെയിം വേണമെങ്കിൽ നൽകാം. പ്രിൻ്ററിൽ പ്രിൻ്റ് ചെയ്യുന്നത് ഇവിടെ എന്ത് നൽകുന്നുവോ അതാണ് അവിടെ പ്രിൻ്റ് ആവുന്നത്. ഷോർട്ട് കട്ടിൽ ഇവിടെ എന്ത് നൽകുന്നുവോ അതാണ് അവിടെ ഡിസ്പ്ലേ ആവുന്നത്. നമുക്ക് ഈ ഇടത്താണ് ഡിസ്പ്ലേ ആവുന്നത്, ഷോർട്ട് കട്ടിൽ നൽകുന്നത്. പിന്നെ ഇത് പാക്കേജ്, അതായത് ക്വാണ്ടിറ്റി 4 മാത്രം ഡീഫോൾട്ടായി പാക്ക് ഐറ്റംസ് എന്നതിനാൽ ആദ്യം ഓപ്ഷൻ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കണം. ഇവിടെ കളർ ഞാൻ സ്റ്റാറ്റിക് ഗ്രീൻ കളറാണെന്നതിനാൽ ഇത് നൽകുന്നു. ഡൈനാമിക് നൽകിയാൽ 11 കളർ 11 തവണ വരുമ്പോൾ ഡിസ്പ്ലേ ആയിക്കൊണ്ടിരിക്കും. ശരി, വാ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നോക്കിയാൽ ഓറഞ്ച് കാണുന്നുണ്ടോ? വീണ്ടും ബാക്ക് പോയിട്ട് ഇപ്പോൾ നോക്കിയാൽ കളർ മാറിക്കൊണ്ടിരിക്കും. അതൊരു തവണ നിങ്ങളത് ക്ലോസ് ചെയ്ത് വന്നാൽ കളർ അവിടെ മാറ്റം വരും. അടുത്തത് ബാർകോഡ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. വീണ്ടും അതേ ഐറ്റം നമുക്ക് ഈ ബാർകോഡ് സ്കാൻ ചെയ്യണമെങ്കിൽ ഇവിടെ വന്ന് ഡിസ്പ്ലേ ആവും. നിങ്ങൾക്ക് ഈ സ്റ്റോക്ക് ഓട്ടോമാറ്റിക്കായി ആഡ് ആയിരിക്കും. ആ ഇമേജുകൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാറ്റിക്കോളാം ഇത് ക്ലിക്ക് ചെയ്താൽ. ഇത് നിങ്ങൾക്ക് ഫാസ്റ്റ് മോഡിൽ ആഡ് ചെയ്യാനുള്ള ഒരു ഡെമോ ആണ്.